ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കൊരു വരട്ടുണ്ടാക്കിയാലോ? പൂവല്ലേ? അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യും, ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഞങ്ങളുടെ ഈ ചെറിയ ഫാമിലിയിൽ ഒന്ന് കൂട്ടുകൂടാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വരട്ടാൻ വേണ്ടി എടുത്തുന്നത് കോഴീൻ്റെ പാർട്സാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, അതായത് ഇത് നല്ലതാണെന്നും നല്ലതല്ലെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴൊന്നും വാങ്ങാറില്ല കേട്ടോ. 2 മാസം കൂടുമ്പോൾ ഒരു വട്ടം അല്ലെങ്കിൽ മാസത്തിലൊരു വട്ടം അങ്ങനെയൊക്കെ കുറച്ച് വാങ്ങും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ വാങ്ങാറുള്ളൂ. തോനെ വാങ്ങാറില്ല, കുറച്ച് വാങ്ങിയിട്ട് അതിങ്ങനെ വരട്ടി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് കണ്ടാലോ. അപ്പോൾ ഈ ഒരു സംഭവം ആരും അധികം വാങ്ങാത്തതിനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ? ഈ പാർട്സ് എന്ന് പറഞ്ഞാൽ കോഴി പാർട്സ് എത്ര കഴുകിയാലും അതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് പോവില്ല. അതുപോലെ തന്നെയാണ് അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. എന്തിനറിയോ? ഈ കോഴി പാർട്സിൻ്റെ പച്ച മണം പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ അതിൻ്റെ കട്ടിയുള്ള പാർട്സും അതുപോലെ ലിവറൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി നമ്മളിത് കഴുകുന്ന സമയത്താണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. അതായത് കഞ്ഞിവെള്ളം, കുറച്ച് കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ, ഒരു നാരങ്ങേൻ്റെ ഒരു കഷ്ണം, അതുപോലെ കുറച്ച് ഉപ്പ്, ഈ 3 സാധനം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കഴുകി വെക്കും കേട്ടോ. എന്നിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ പച്ചമണം അതിൻ്റെ എട്ടരിക ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നന്നായി കഴുകി വെച്ച ഈ പാർട്സിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണിൻ്റെ പകുതി കേട്ടോ, പകുതി മുളക് പൊടി, കാരണം ഇതിന് മുളക് പൊടിയല്ല മെയിൻ. അപ്പോൾ കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ അല്പം ഉപ്പ്, നമ്മൾ അതിനാവശ്യമായൊരു ഉപ്പ്, ഈ 3-4 കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചത് അതും കൂടി ചേർക്കുക. ഈ ചിക്കൻ പാർട്സിന് മാത്രമല്ല, നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ അതുപോലെ മീൻ കഴുകുമ്പോൾ അങ്ങനെ പച്ച മണമുള്ള എന്ത് സാധനങ്ങൾ കഴുകുമ്പോഴും ഞാൻ ഈ പറഞ്ഞ 3 സാധനങ്ങൾ വെച്ച് നിങ്ങളൊന്ന് കഴുകി വെക്കും കേട്ടോ. അതിൻ്റെ സ്മെല്ല് ഒരിക്കലും നമ്മൾ ഈ ചിക്കൻ വെച്ച മീൻ വെച്ചാലൊക്കെ നമ്മൾ പച്ച മണമുള്ള മീൻ നമ്മൾ പറയില്ലേ, ഈ മീൻ കറിക്ക് ഒരു പച്ച മണമാണ്, രസമല്ല എന്ന് പറയില്ലേ, ആ ഒരു മണം ഒരിക്കലും അതിൽ വരില്ല കേട്ടോ. അതിനുള്ളൊരു സീക്രട്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളോട്ട്. ഈ 3 സാധനങ്ങൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചോട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ കമൻ്റ് ഒന്ന് ഇടണേ. ഞാനിപ്പോൾ ഈ പാർട്സിന് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അരച്ച് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ബാക്കി വെക്കാത്തതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് യൂസ് ചെയ്യുന്നത്. എന്താ കൈകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് പറയരുത്, സ്പൂണിന് പകരം കൈ യൂസ് ചെയ്യുന്നത്. നമുക്കത് ബാക്കി വെക്കാനില്ലല്ലോ, പിന്നീട് ബാക്കി വെക്കാനുള്ള അതിലുള്ളത് മൊത്തമാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ആ മസാലയൊക്കെ അതിൽ പിടിക്കണ വരെ ഒരു 10 മിനിറ്റ്, ഞാനൊരു 10 മിനിറ്റ് ആട്ടോ വെക്കൽ. ഞാനൊരു 10 മിനിറ്റ് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വെക്കും. അതിന് ശേഷം നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇനിയാണ് ഈ വരട്ടിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വരട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ കുരുമുളക്, അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ടോ 2-3 ടീസ്പൂൺ കുരുമുളക് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കുരുമുളക് എത്രത്തോളം നിങ്ങൾക്ക് എരിവാണോ അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഈ വരട്ടിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ, ഒന്നുകൂടിയും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി യൂസ് ചെയ്യരുത്, ചെറിയ ഉള്ളി. എത്രത്തോളം ചെറിയ ഉള്ളി നിങ്ങളുടെ വീട്ടിലുണ്ടോ മാക്സിമം ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് അത്രയും നന്നാവും കേട്ടോ. എനിക്കിവിടെ ഇന്ന് ഉപയോഗിക്കുന്ന സമയത്ത്, ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. ആ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ പാർട്സ് ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, എന്നിട്ട് നന്നായിട്ട് മൂടി അടച്ച് വെച്ചിട്ട് ഒരു 20 അല്ലെങ്കിൽ 15 മിനിറ്റ് സ്ലിം ആക്കിയിട്ട് കേട്ടോ. ഏറ്റവും സ്ലിം ആക്കാനും പാടില്ല, എന്നാൽ നന്നായി ഹൈപ്പിൽ വെക്കാനും പാടില്ല. അതിൻ്റെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കുക. അവസാനം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ തൂവും ചെയ്യുക കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ സെറ്റ്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നമ്മളെ നാവിൽ കൊതിയൂറുന്ന അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു കളറും കണ്ടില്ലേ നിങ്ങളിങ്ങനെ വരട്ടിയതിൻ്റെ ആ ഒരു കളറ്. ഇത് നല്ല ചപ്പാത്തി അല്ലെങ്കിൽ നല്ല പൊറാട്ട, പത്തിരി അതിനൊക്കെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റാവും കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ പുതിയ ആൾക്കാരാണെങ്കിൽ ഞങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യണം.